മൊഴികൾ ഒപ്പിയെടുത്തിട്ട് പിന്നീട് ലോകത്തിന് പകർന്നു കൊടുത്ത ഹദീസ് റിവായത്ത് ചെയ്യുമ്പോഴതാ അവിടുത്തെ അനുചരന്മാരിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത മഹാനവറുകളല്ലേ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പട്ടിണി പാപമായിരുന്നു, ആ അഹ്ലുസ് സുഫഹാരിൽ പെട്ടയാളായിരുന്നു, എപ്പോഴും പട്ടിണിയായിരുന്നു, എപ്പോഴും പരിവട്ടമായിരുന്നു, എന്നും പ്രയാസങ്ങളാണ്. അത് ആ പട്ടിണി കൊണ്ട് ബോധമറ്റ് വീഴുന്ന മഹാനവറുകൾ റസൂലിന്റെ കൂടെ തന്നെ. എന്നിട്ട് അതാ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നില്ലേ. ആ മഹാനവറുകളെ സംബന്ധിച്ച് ഇവിടുത്തെ പലരും മോഡേണിസ്റ്റുകളാണെന്ന് പറയുന്നവര് അവരെഴുതിയത് എന്താണ്? അബൂ ഹുറൈറ ജൂതൻ തന്നെ. പറയാൻ നമുക്ക് കഴിയുമോ? പ്രചരിപ്പിക്കാൻ നമുക്ക് കഴിയുമോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ബദരീങ്ങളടക്കമുള്ള സർവ്വ സ്വഹാബിമാരും അവരെ ഇകഴ്ത്താനോ അവരെ പുച്ഛിക്കുവാനോ അവരെ അനാദരിക്കുവാനോ അവരുടെ മഹത്വം ഇടിച്ചു താഴ്ത്തുവാനോ അവരുടെ പോരിശ പറയാൻ മടി കാണിക്കുവാനോ ആർക്കും മടി വേണ്ട കേട്ടോ. ഖുർആൻ തന്നെ പറഞ്ഞത് എന്താണ്? ഇസ്ലാമിന് വേണ്ടി ഏറെ ത്യാഗം ചെയ്തവരല്ലേ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നവര്, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നവര്. ആ കടന്നു വന്നവരുടെ കൂട്ടത്തിലല്ലേ മഹാന്മാരായ ബദരീങ്ങളുള്ളത്. അവരെ കുറിച്ച് നമ്മുടെ നാഥൻ പറഞ്ഞത് എന്താണ്? വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഖുർആനിലെ സൂറത്ത് തൗബ 9-ാമത്തെ അധ്യായമാണ്. അതിലെ 100-ാമത്തെ വചനത്തിൽ അല്ലാഹ് പറഞ്ഞ പോരിശ കേൾക്കണോ? വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. എൻ്റെ മുസ്ലിമേ, നിന്റെ വീട്ടിൽ ഖുർആൻ പരിഭാഷയുണ്ടെങ്കിൽ, എൻ്റെ സഹോദരാ നിന്റെ അടുക്കൽ ഖുർആൻ പരിഭാഷയുണ്ടെങ്കിൽ നീ ഒന്ന് പരിശോധിച്ചു നോക്ക്. എന്താണ് അല്ലാഹ് പറഞ്ഞത്? വസ്സാബിഖൂനൽ അവ്വലൂൻ, ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന അവിടുത്തെ അനുചരന്മാർ, മിനൽ മുഹാജിരീന വൽ അൻസാർ, മക്കയിലെ ഒട്ടകക്കൂട്ടങ്ങളെയും ആട്ടിൻപറ്റങ്ങളെയും കളിച്ചു വളർന്ന വീടും ജനിച്ചു വളർന്ന നാടും സമ്പൽ കൂമ്പാരങ്ങളുമെല്ലാം വിട്ടേച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് വിളിച്ചപ്പോ വിളി കേട്ടിട്ട് മദീനയുടെ മണ്ണിലേക്ക് അങ്ങ് കടന്നു ചെന്നിട്ട് അവിടെ മുഹാജിറായി എല്ലാം വെടിഞ്ഞവനായി കടന്നു ചെന്ന മുഹാജിറുകളില്ലേ, അവരെ സ്വീകരിച്ച അൻസാറുകളില്ലേ, അഭയാർത്ഥികളെ സ്വീകരിച്ച ചരിത്രം ലോകത്തിന് പലതും പറയാനുണ്ട്. പക്ഷേ മുഹാജിറിനെ അൻസാറുകൾ സ്വീകരിച്ചതുപോലെ ഏതെങ്കിലും ഒരു അഭയാർത്ഥികളെ സ്വീകരിച്ച് ആദരിച്ച ചരിത്രം ലോകത്തെ ഏതെങ്കിലും അഭയാർത്ഥി ക്യാമ്പുകൾക്ക് പറയാൻ കഴിയുമോ? ഏതെങ്കിലും രാഷ്ട്രങ്ങൾക്ക് പറയാൻ കഴിയുമോ? ലോക ചരിത്രത്തിൽ തുല്യതയില്ലാതെ പരസ്പരം സ്നേഹിച്ച, പരസ്പരം മനസ്സുകൊടുത്ത അവിടുത്തെ ആദ്യകാലത്തെ റസൂലിന്റെ അനുചരന്മാരിൽ മുഹാജിറുകളും അൻസാറുകളും അവരെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? റളിയല്ലാഹു അൻഹും, അവരെ കുറിച്ച് അല്ലാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്നു കേട്ടോ. വറളു അൻഹു, അവർ അല്ലാഹുവിനെ കുറിച്ചും സംതൃപ്തരാണ്. അതുകൊണ്ട് അവർക്ക് അല്ലാഹ് ഒരുക്കി വെച്ച പ്രതിഫലം കേൾക്കണോ? വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ, അടിഭാഗത്തിലൂടെ അരുവികൾ ഒലിച്ചു പോകുന്ന, താഴ്ഭാഗത്തിലൂടെ അരുവികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഉന്നതമായ സ്വർഗത്തിന്റെ പൂന്തോപ്പുകൾ അവർക്കുണ്ട്. അത് ശാശ്വതമാണ്, എന്നെന്നും അത് അവസാനിക്കുന്നതാണ്, എന്നൊന്നും നിലച്ചു പോകാത്ത ഒരു ശാശ്വതമായ സ്വർഗമാണ്. ദാലിക്കൽ ഫൗസുൽ അദീം, അതാണ് വമ്പിച്ച വിജയം. സഹോദരങ്ങളെ, ഈ സത്യവിശ്വാസികളായ ബദരീങ്ങൾ, ആ ബദരീങ്ങളുടെ നേതാവ് നമ്മുടെ റസൂലുള്ളാഹ്, ഈ ബദരീങ്ങളെ അനാദരിക്കരുത്, ബദരീങ്ങളെ അനാദരവ് കാണിക്കരുത്. അങ്ങനെ മുജാഹിദുകൾക്ക് ബദരീങ്ങളോട് സ്നേഹമില്ലെന്ന് പറഞ്ഞാൽ, മുജാഹിദുകൾക്ക് ബദരീങ്ങളോട് ബഹുമാനമില്ലെന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ഔലിയാക്കന്മാരോട് പുച്ഛമാണെന്ന് പറയുന്നവരുണ്ട്. ഔലിയാക്കന്മാരുടെ കറാമത്തിനെ നിഷേധിക്കുന്നവരാണെന്ന് പറയുന്നവരുണ്ട്.
പറയുന്നവരുണ്ട്, ഔലിയാക്കന്മാരെ തെറി വിളിക്കുന്നവരാണെന്ന് പറയുന്നവരുണ്ട്, അംബിയാഇന്റെ മുഅ്ജിസത്തിനെ നിഷേധിക്കുന്നവരാണെന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്, അംബിയാഇന്റെ മഹത്വം താഴ്ത്തി കാണിക്കുന്നവരാണെന്ന് പറയുന്നവരുണ്ട്. സഹോദരാ, പക്ഷപാതിത്വം മാറ്റിവെച്ച് ചിന്തിച്ചു കേട്ടോ, അങ്ങനെ ഒരു നിലപാട് മുജാഹിദുകൾക്കില്ല. അതുകൊണ്ട് മുജാഹിദുകൾ പറയുന്നത് എന്താ, മുജാഹിദുകൾ പ്രചരിപ്പിക്കുന്നത് എന്താ? ഈ ബദരീങ്ങളെ നമ്മൾ സ്നേഹിക്കണം, ഈ ബദരീങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. എങ്ങനെയാണ് അവരെ ബഹുമാനിക്കേണ്ടത്? എങ്ങനെയാണ് ആ ബദരീങ്ങളെ നമ്മൾ ബഹുമാനിക്കേണ്ടത്? ഓരോ റമദാനും കടന്നു വരുമ്പോ, റമദാനിന്റെ 17 സമയത്ത് അവരുടെ ആണ്ട് കഴിച്ച് ബദരീങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഏർപ്പാട് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല മുസ്ലിമീങ്ങളെ. അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിന്റെ ചരിത്രത്തിലുമില്ല. നിങ്ങൾക്കറിയില്ലേ, അല്ലാഹുവിന്റെ പ്രവാചകൻ ബദർ നടന്നിട്ടും 8ഓളം വർഷം അവിടുന്ന് ജീവിച്ചിട്ടില്ലേ? 8ഓളം റമദാൻ അവിടുത്തെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ലേ? ഏതെങ്കിലും ഒരു റമദാനിൽ, റമദാനിന്റെ 17 വന്നപ്പോ, ഇന്ന് മഹാന്മാരായ ബദരീങ്ങൾ ബദറിൽ അടരാടിയ ദിവസമല്ലേ? ബദറിൽ അടരാടിയ ദിവസമല്ലേ? അതുകൊണ്ട് നമുക്കൊന്ന് ആണ്ട് നടത്താം, അവരുടെ പേരിൽ ഒരു നേർച്ച നടത്താം, അന്നപാനീയങ്ങൾ ഉണ്ടാക്കാം, പലഹാരങ്ങൾ വിതരണം ചെയ്യാം എന്ന് തീരുമാനിക്കുകയോ അങ്ങനെ നടപ്പിൽ വരുത്തുകയോ ചെയ്തത് അവിടുത്തെ സലഫിന്റെ മാതൃകയിലുണ്ടോ? റസൂലുള്ളാഹി കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ എൻ്റെ സഹോദരന്മാരെ. എന്നാലോ വേറെ ചില ആളുകൾ ചെയ്യുന്നത് എന്താണ്? ബദരീങ്ങളോടുള്ള ബഹുമാനം എന്നുള്ള നിലക്ക് ഞാൻ ആരെയും വിമർശിക്കാൻ ആളല്ല, ആരുടെയും വിമർശന ബുദ്ധിയോടുകൂടെ പറയുന്നതുമല്ല. ഹക്കല്ലേ നമുക്ക് വലുത്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഈ നാട്ടിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ, നിങ്ങളുടെ ആദർശമോ നിങ്ങൾ ഉൾക്കൊള്ളുന്ന നിലപാടോ അത് വിമർശന വിധേയമാക്കുകയല്ല കേട്ടോ, നിങ്ങളുടെ ആദർശത്തെ വ്രണപ്പെടുത്തുകയുമല്ല. ഏതെങ്കിലും ഒരു സഹോദരന്റെ മനസ്സ് വേദനിപ്പിക്കണമെന്ന ഒരു ഉദ്ദേശം വല്ലാഹി എനിക്കില്ല കേട്ടോ. വ്രതമനുഷ്ഠിച്ചിട്ടല്ലേ നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. പക്ഷേ ഒരേ ഒരാഗ്രഹമുണ്ട്, നാളെയുടെ ലോകത്ത് ജനകോടികൾ ഒരുമിച്ച് കൂട്ടുമ്പോ സഹിക്കാനാവാത്ത നരകത്തിലേക്ക് ജനങ്ങൾ പോയി കൂടല്ലോ, ആ നരകത്തിന്റെ ആളുകളായി മാറിക്കൂടല്ലോ. അതിൽ നിന്ന് ജനങ്ങളെ കൈപ്പിടിച്ചുയർത്തേണ്ടത് അത് അറിയുന്നതല്ലെങ്കിൽ അത് ശരിയായി മനസ്സിലാക്കിയവരുടെ ബാധ്യതയാണല്ലോ. പലരും ബദരീങ്ങളെ സ്നേഹിക്കുന്നത് ബദറിന്റെ സുദിനം വരുമ്പോ, യാ അഹ്ല ബദർ ശുഹദാ, ഓ ബദരീങ്ങളെ എന്ന് വിളിച്ചിട്ട് അവരോട് സങ്കടം പറയുകയും അവരോട് ദുആ ചെയ്യുകയും, രോഗം മാറാൻ വേണ്ടി, കച്ചവടത്തിൽ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി, അതേപോലെ തന്നെ മക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടി, ദുരിതങ്ങളും പ്രയാസങ്ങളും നീങ്ങി പോകാൻ വേണ്ടി, കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അന്നിങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി അവരോട് ദുആ ചെയ്യുന്ന ഒരു ഏർപ്പാട് ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, ആ ഒരു സമീപനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് മഹാപാപമാണ് കേട്ടോ, അത് റബ്ബ് പൊറുക്കാത്ത പാപമാണ്. നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. അല്ലാഹു അല്ലാത്ത, അല്ലാഹുവിനെ കൂടാതെ അവന്റെ മഖ്ലൂക്കുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു പടപ്പിനെ, അത് മഹാന്മാരാകട്ടെ, അംബിയ ആകട്ടെ, ഔലിയ ആകട്ടെ, അത് മരമാകട്ടെ, കല്ലാകട്ടെ, ജീവനുള്ളതാകട്ടെ, അതല്ലാത്തതാകട്ടെ, അത് അചേതനമാകട്ടെ, സചേതനമാകട്ടെ, അത് ചെറുതാകട്ടെ, വലുതാകട്ടെ, വിളിച്ചു ദുആ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർ ഏറ്റവും വഴിപിഴവിലാണെന്ന് ഞാനല്ല പറയുന്നത്, നമ്മെ പടച്ച നമ്മുടെ നാഥൻ പറയുന്നത്. നിങ്ങൾക്ക് കേൾക്കാൻ കാതുണ്ടോ? എന്റെ ശബ്ദം ശ്രവിക്കുന്നവർക്ക് ചെവി കൊടുക്കാൻ നേരമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ പരിശോധിച്ചോ. സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ 6-ാമത്തെ 5ഉം 6ഉം വചനങ്ങളിൽ അല്ലാഹ് പറഞ്ഞത് എന്താണ്? അല്ലാഹ് പറഞ്ഞത്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. വല്ലാത്തൊരു വചനം തന്നെ. വമൻ അളല്ലു, ഏറ്റവും വഴികേടിലായവൻ, ഏറ്റവും ളലാലത്തിലായവൻ ആരുണ്ട്? മിമ്മൻ, ഒരുത്തനേക്കാൾ. ആരാണവനെന്നോ? മല്ലാ യസ്തജീബൂന മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അല്ലാഹുവിനെ കൂടാതെ, റബ്ബ്
റബ്ബിന് പുറമേയുള്ള ആളുകളെ വിളിച്ചു ദുആ ചെയ്യുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെ അവന് ഉത്തരം കിട്ടില്ലല്ലോ, അന്ത്യനാൾ വരെ അവന് മറുപടി കിട്ടില്ലല്ലോ. മാത്രമല്ല അല്ലാഹു പറയുകയാണ് വഹും മൻ ദുആഇഹിം ഗാഫിലൂൻ. ഇവനിങ്ങനെ വിളിച്ചു തേടുന്നു എന്നല്ലാതെ ഇവന്റെ പ്രാർത്ഥനയെ കുറിച്ച് അവർ അശ്രദ്ധരാണ്. അവർ ശ്രദ്ധിക്കുന്നില്ല, അവരറിയുന്നില്ല, അവര് മനസ്സിലാക്കുന്നില്ല, അവർക്ക് വിവരമില്ല. എന്നിട്ടോ മാത്രമല്ല വഇദാ ഹുശിറന്നാസ്, നാളെ അതാ മഹ്ശറിന്റെ വൻമുറ്റത്ത് അംബിയാ ഉണ്ട്, ഔലിയാ ഉണ്ട്, മഹാന്മാരുണ്ട്, ബദരീങ്ങളുണ്ട്, സാധുക്കളുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അവിടെ പണ്ഡിതനും അതേപോലെ തന്നെ പാമരനും സമനാണ്, അവിടെ ഭരണാധികാരിയും പ്രജയും സമനാണ്. എല്ലാവരും അതാ മഹ്ശറിന്റെ വൻമുറ്റത്തുണ്ട്. അപ്പോഴതാ അവിടെ ഒരു രംഗം നടക്കുകയാണ്. എന്താ നടക്കുന്നതെന്നോ ഖുർആൻ പറയുന്നു, കാനൂ ലഹും മഇദാ. ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട മഹാന്മാരില്ലേ, ആ മഹാന്മാരെ അവിടെ വിളിച്ചു പ്രാർത്ഥിച്ചവരുടെ ശത്രുക്കളായി മാറുന്നു. നമ്മൾ ഇവിടുന്ന് ബദരീങ്ങളെ കാക്കണേ എന്നൊന്ന് പറഞ്ഞാൽ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് ദുആ ചെയ്താൽ, ബദരീങ്ങളെ നിങ്ങൾ എന്നെ കാണുന്നില്ലേ, എൻ്റെ കച്ചവടത്തിൽ എനിക്ക് തകർച്ചയാണ്, എൻ്റെ മക്കളെ കെട്ടിച്ചയക്കാനുണ്ട്, എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്, എനിക്ക് കടക്കണിയുണ്ട്, എനിക്ക് മാരകമായ രോഗമുണ്ട്, ദണ്ണം വഭാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും എന്ന് തുടങ്ങി നമ്മൾ പാടുന്നില്ലേ. ഇങ്ങനെ പലതുമുണ്ട്. അതുകൊണ്ട് കാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേതാക്കന്മാരതാ നമുക്കെതിരെ നമ്മുടെ ശത്രുക്കളായി മാറുകയാണ്. അവര് പറയുകയാണ്, അവരതാ വക്കാനൂ ബിഇബാദതിഹിം കാഫിരീൻ. അവര് പറയുന്നു, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ടുമില്ല, ഞങ്ങളൊട്ടറിയുമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഒഴിഞ്ഞു മാറുന്നൊരു രംഗം നാളെ മഹ്ശറിന്റെ വൻമുറ്റത്ത് വരാനിരിക്കുന്നു. അങ്ങനെയുള്ളൊരു ലോകത്തെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ സഹോദരന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. ആ രൂപത്തിലുള്ള ഏർപ്പാട് നമ്മൾ ചെയ്തു പോകല്ല. അങ്ങനെയുള്ളൊരു സമീപന രീതി നമുക്ക് വേണ്ട. പിന്നെയോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന, നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശമില്ലേ? എന്താണ് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നത്? മുത്തുനബിയുടെ സമീപനം എന്താണ്? അവിടെ നിന്ന് പറഞ്ഞില്ലേ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയ്, അങ്ങ് നിങ്ങളുടെ ഞാൻ എൻ്റെ രക്ഷിതാവിനോട് മാത്രമേ ദുആ ചെയ്യൂ, അവനിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കില്ല നബിയെ. അത് പറയണം നബിയെ, അങ്ങയുടെ സമൂഹത്തോട് ഉറക്കെ വിളിച്ചു പറയണം. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഓതി തന്നത്. ആ വചനം നമ്മുടെ അരികിലില്ലേ? ഖുർആൻ നമ്മുടെ മുമ്പിലില്ലേ? സഹാബത്തിന്റെ ജീവിതം നമ്മുടെ മുമ്പിലില്ലേ? ഏതെങ്കിലും ഒരു സഹാബി വിഷമഘട്ടത്തിലോ പ്രതിസന്ധി ഘട്ടത്തിലോ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്ത ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെയെങ്കിലും നമുക്ക് കാണാനാകുമോ? അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ നമ്മൾ ചിന്തിച്ചോ, നമ്മൾ ആലോചിച്ചോ, നമ്മൾ നന്നായിട്ട് ആലോചിച്ചോ, എൻ്റെ നിലപാട് എവിടെയാണ്? എൻ്റെ നിലപാട് ശരിയാണോ? എൻ്റെ നേതാവിൻ്റെ നിലപാടാണോ? അവിടുത്തെ അനുചരന്മാരുടെ നിലപാടാണോ? അതല്ല ആ മാർഗത്തിൽ നിന്ന് എനിക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. വളരെ ഗൗരവമല്ലേ? ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ബദരീങ്ങളുടെ കഥ തന്നെ എന്താണ്? സ്വന്തം ശരീരത്തെ വരെ അവർക്ക് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞോ? രോഗം ബാധിച്ച മുസ്ലിമത ബദരീങ്ങളെ എന്ന് വിളിക്കുന്നു. പക്ഷേ ആ മുസ്ലിം ചിന്തിക്കുന്നുണ്ടോ, എൻ്റെ നേതാക്കന്മാരായ ബദരീങ്ങൾ അവർക്ക് അവരുടെ സ്വന്തം ജീവിതത്തെ തന്നെ, സ്വന്തം ജീവന് ഭീഷണി നേരിട്ടപ്പോ ആ മാരക രോഗത്തിൽ നിന്ന് വരെ അവരെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞോ? ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? മഹാനായ അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ രണ്ടാമത്തെ ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ കാലത്തതാ അദ്ദേഹത്തിന്റെ ഒരു പടനായകനല്ലേ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. ധീരനായ പടയോദ്ധാവാണ്, ധീരനായ പടനായകനാണ്, ഇസ്ലാമിന് വേണ്ടി പട നയിക്കുന്ന ധീരനായ ശൂരപരാക്രമിയാണ് അബൂ ഉബൈദ. ആ അബൂ ഉബൈദയുടെ നേതൃത്വത്തിലതാ ഒരു സൈന്യത്തെ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഷാമിന്റെ മണ്ണിലേക്ക് അയക്കുകയാണ്. ചരിത്രം കേട്ടോ, ശരിക്കും മനസ്സിലാക്കിക്കോ. ഷാമിന്റെ മണ്ണിലേക്ക് അബൂ ഉബൈദയുടെ നേതൃത്വത്തിൽ അതാ ഒരു സൈന്യം കടന്നു പോകുന്നു.
പക്ഷേ കുറച്ച് നാളുകൾ അങ്ങ് കഴിഞ്ഞപ്പോ അവിടെ അതാ ഒരു മാരകമായ രോഗമങ്ങ് പടർന്ന് പന്തലിക്കാൻ തുടങ്ങി. പ്ലേഗ് ബാധിക്കാൻ തുടങ്ങി. പ്ലേഗ് ബാധിച്ച് മുസ്ലിമീങ്ങൾ മരണപ്പെടാൻ തുടങ്ങി. മാറാവ്യാധിയാണ്, മാരകമായ പകർച്ചവ്യാധിയാണ്. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾ ഇങ്ങനെ മരിക്കാൻ തുടങ്ങിയപ്പോ അമീറുൽ മുഅ്മിനീൻ എന്തു ചെയ്തുവെന്നോ, അബൂ ഉബൈദക്കദാ ഒരു കത്തയക്കുകയാണ്. അബൂ ഉബൈദക്ക് കത്തയച്ചു റളിയല്ലാഹു അൻഹു. എന്താണ് കത്തിലുള്ളത്? ഉടൻ തന്നെ നിങ്ങൾ മദീനയിലേക്ക് മടങ്ങി വരണേ, ഉടൻ തന്നെ നിങ്ങൾ മടങ്ങി വരണേ അബൂ ഉബൈദ. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ അങ്ങനെ ഒരു കത്തയച്ചത്? മഹാനവറുകളെ രക്ഷപ്പെടുത്താൻ, പ്ലേഗിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. പക്ഷേ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് തന്ത്രം മനസ്സിലായി. അദ്ദേഹം അതാ കത്തിന് മറുപടി കൊടുക്കുകയാണ്. ഇല്ല അമീറുൽ മുഅ്മിനീൻ, ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് പോരും അമീറേ, എങ്ങനെ പോരും ഖലീഫ? ഇവിടെ മുസ്ലിമീങ്ങൾ മരിച്ചു വീഴുന്ന നേരത്ത് ഞാനിങ്ങനെ ഇവിടുന്ന് പോരും, എനിക്ക് പോരാൻ മനസ്സ് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ പോരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് മറുപടി അങ്ങ് കൊടുക്കുമ്പോ അതാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്ത് വായിച്ചു പൊട്ടിക്കരയുകയാണ്. കത്ത് വായിച്ച് മഹാനവറുകൾ പൊട്ടിക്കരയുകയാണ്. ചുറ്റും കൂടി ആളുകൾ ചോദിക്കുന്നു, അല്ല മഹാനവറുകൾ, അബൂ ഉബൈദ മരണപ്പെട്ട വിവരമാണോ നിങ്ങൾ വായിക്കുന്നത്? അപ്പോഴതാ അമീറുൽ മുഅ്മിനീൻ പറയുന്നു, ഇല്ല മരണപ്പെട്ടിട്ടില്ല കേട്ടോ, എന്നാൽ ഉടൻ മരിക്കാറായിട്ടുണ്ട്. തുടർന്നതാ ചരിത്രം പറയുന്നു, അബൂ ഉബൈദ ഷാമിന്റെ മണ്ണിൽ പ്ലേഗ് ബാധിച്ചു മരിച്ചു. ആരാ മരണപ്പെട്ടത്? ബദരീങ്ങളല്ലേ, ബദറിൽ പങ്കെടുത്ത മഹാനവറുകളല്ലേ മരിച്ചത്. സ്വന്തം ശരീരത്തിൽ ഒരു മാരക രോഗം ബാധിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, സ്വന്തം ശരീരത്തിന് മുക്തി നേടാൻ, അതേപോലെ മുസ്ലിമീങ്ങളെ രക്ഷപ്പെടുത്താൻ ബദരീങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നല്ലേ ബദരീങ്ങളുടെ ചരിത്രം പഠിപ്പിക്കുന്നത്? അതവരുടെ കഴിവുകേട് കൊണ്ടല്ല, അതവരുടെ ദുർബലത കൊണ്ടല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് മാത്രമാണ് രോഗം ശമനമാക്കുക എന്നത്. അതുകൊണ്ട് ആ റബ്ബിനോടല്ലേ നമ്മൾ ദുആ ചെയ്യേണ്ടത് രോഗശമനത്തിന് വേണ്ടി. എത്രയെത്ര ചരിത്രം, എത്രയെത്ര ഉദാഹരണങ്ങൾ. ബദറിൽ പങ്കെടുത്ത ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മാരക രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. വേദന കടിച്ചിറക്കുകയാണ്. ജീവിതത്തിന്റെ നിമിഷങ്ങളെ തള്ളി നീക്കുകയാണ്. ആ നേരത്ത് മഹാനവറുകൾ പറഞ്ഞു പോകുകയാണ്, അല്ലാഹുവിന്റെ റസൂലെങ്ങാനും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരാൾക്ക് അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഈ ഖബ്ബാബ് ദുആ ചെയ്യുമായിരുന്നേനെ എന്നല്ലേ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ ബദരീങ്ങളുടെ പാതയാണോ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്? നമ്മൾ രോഗം വരുമ്പോ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നില്ല മുസ്ലിമീങ്ങളെ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കൂടെ? എത്രയോ ഉദാഹരണങ്ങൾ ചരിത്രത്തിലില്ലേ? ബദരീങ്ങളുടെ നേതാവിന്റെ കഥ എന്തെന്ന് നിങ്ങൾക്കറിയുമോ? ആരായിരുന്നു ബദരീങ്ങളുടെ നേതാവ്? മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബദരീങ്ങളുടെ നേതാവതാ അവിടുത്തെ വീട്ടിൽ നിന്നും പട്ടിണി തന്നെയാണ്. ഇതാ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകുമ്പോ ബദരീങ്ങളെ വിളിക്കുന്നവരില്ലേ? ബദരീങ്ങളുടെ നേതാവിന്റെ വീട്ടിൽ നിന്നും പട്ടിണിയാണ്. ആയിഷുമ്മ പറയുകയാണ്, മാ ഔഖദത് ഫീ അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ അതാ തീ പൂട്ടാത്ത ദിനങ്ങൾ ഒന്നല്ല രണ്ടല്ല കേട്ടോ, മൂന്നല്ല നാലല്ല, മാസക്കണക്കിനതാ ധാരാളക്കണക്കിന് ദിവസങ്ങളിൽ പ്രവാചകന്റെ വീട്ടിൽ പച്ചവെള്ളവും കാരക്കയും കഴിച്ചിട്ട് അവിടുത്തെ പത്നിമാര് കഴിഞ്ഞുകൂടിയില്ലേ? പട്ടിണിയല്ലേ, ദാരിദ്ര്യമല്ലേ? ആവശ്യത്തിന് ചിലവിന് കൊടുക്കാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയാതെ പോയപ്പോഴതാ ഭാര്യമാര് സമരം നടത്തിയില്ലേ? പത്നിമാര് പരാതി പറഞ്ഞില്ലേ? ഖുർആൻ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? പരാതിയുമായി റസൂലിനെ ഭാര്യമാര് സമീപിച്ച നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അതാ ഖുർആനിൽ നിന്ന് വചനം ഓതി കൊടുക്കുന്നില്ലേ? യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ ഫതആലൈന ഉമത്തിഉകുന്ന വഉസർരിഹുകുന്ന സറാഹൻ ജമീലാ. സൂറത്തുൽ അഹ്സാബ് എടുത്ത് പരിശോധിച്ചു നോക്കൂ. യാ അയ്യുഹൻ നബിയ്യു,
ഓ നബിയേ, അല്ല പറയുകയാണ് മുത്തുനബിയോട്, കുല്ലി അസ്വാജിക, അങ്ങയുടെ പത്നിമാരോട് പറയണം നബിയേ, ഇൻ കുൻതുന്ന തുരിദിനൽ ഹയാത്തദ് ദുനിയാ വസീനതഹാ, ഈ ദുനിയാവിന്റെ ഭംഗിയും അതിന്റെ അലങ്കാരവും അവിടുത്തെ പ്രൗഢിയും ഇവിടുത്തെ സുഖജീവിതവുമൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ മുത്തുനബിയുടെ കൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല കേട്ടോ. ഈ പുന്നാര നബിയുടെ ജീവിതത്തിൽ പട്ടിണിയാണ്, പരിവട്ടമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ദുനിയാവിന്റെ ഭംഗി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഫതഅലൈന, എന്റെ പത്നിമാരെ നിങ്ങൾ വരൂ, ഉമത്യുകുന്ന, നിങ്ങൾക്ക് ഞാനൊരു വിഭവം തന്നിട്ട്, വ ഉസർരിഹുകുന്ന സറാഹൻ ജമീലാ, ഭംഗിയായി ഈ പ്രവാചകൻ നിങ്ങളെ മൊഴി ചൊല്ലി വിട്ടേക്കാൻ കേട്ടോ. ദുനിയാവിന്റെ കൂടെ നിന്നാൽ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പട്ടിണിയായിട്ടും പരിവട്ടവുമായിട്ട് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയും ഒക്കെ സഹിക്കേണ്ടി വന്നാലേ മുത്തുനബിയുടെ പത്നിമാരായി കഴിഞ്ഞുകൂടാൻ കഴിയൂ എന്നല്ലേ ഖുർആനിന്റെ വചനം പഠിപ്പിച്ചത്. എന്നിട്ടും എന്തേ ദാരിദ്ര്യമുണ്ടാകുമ്പോ നമ്മൾ ബദരീങ്ങളെ വിളിക്കുന്നു. നേതാവിന് വരെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? നേതാവിന് വരെ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിഞ്ഞോ? സ്വന്തം വീട്ടിൽ വരെ പട്ടിണി മാറ്റാൻ കഴിഞ്ഞോ? അപകടം വരുമ്പോഴും നമ്മൾ വിളിക്കുന്നു ബദരീങ്ങളെ. ബദരീങ്ങളിൽ പെട്ട പ്രധാനിയല്ലേ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകള് സുബഹി ജമാഅത്തിൽ, അതേ സുബഹി ജമാഅത്തിന് പോകുന്ന നേരത്ത്, അതല്ല സുബഹി ജമാഅത്തിൽ കുത്തേറ്റുകൊണ്ടല്ലേ അവിടുന്ന് മരിച്ചത്, അപകടത്തിൽപ്പെട്ടല്ലേ മരിച്ചത്. എന്നിട്ടും അതാ അപകടത്തിൽ നിന്ന് രക്ഷ തേടിയിട്ട് ബദരീങ്ങളെ എന്നല്ലേ നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമീങ്ങളെ, ബദറിന്റെ പാട്ട് കേൾക്കുമ്പോ, അതേപോലെ തന്നെ ബദറിന്റെ ചരിത്രം കേൾക്കുമ്പോ, ബദറിന്റെ സ്മരണകൾ അയവിറക്കുമ്പോ നീ പഠിച്ചു വെച്ചോ, ബദരീങ്ങള് അടരാടിയത് എന്തിനു വേണ്ടിയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരണത്തിന് വേണ്ടിയാണ്. അല്ലാഹുവോട് മാത്രം ദുആ ചെയ്യണമെന്ന് പഠിപ്പിക്കാനാണ്. റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. അതാണ് ബദറിന്റെ പാത കേട്ടോ. ബദരീങ്ങളുടെ പാത അതാണ്. ആ പാഠം നിങ്ങൾ പഠിച്ചു വെക്കടേ എന്ന് ഈ പ്രദേശത്ത് ഒരുമിച്ച് കൂടിയ എൻ്റെ നല്ല നാട്ടുകാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ബദർ നൽകുന്ന മറ്റൊരു പാഠവും കൂടെയുണ്ട്. ഇന്നത്തെ മുസ്ലിമീങ്ങളേറെ പഠിക്കേണ്ട പാഠമാണ്. അതെന്തെന്നറിയുമോ? ബദറിൽ മുസ്ലിമീങ്ങൾക്ക് എങ്ങനെയാണ് വിജയം ലഭിച്ചത്? അവരുടെ ആൾബലം കൊണ്ടല്ലല്ലോ, അവരുടെ സായുധമായ സജ്ജീകരണങ്ങൾ കൊണ്ടല്ലല്ലോ, ദുനിയാവിലെ അവരുടെ സ്വാധീനം കൊണ്ടല്ലല്ലോ, മറിച്ച് ദുർബലരായിട്ടും അതാ അവരുടെ കൽബിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ തിളക്കം കൊണ്ടല്ലേ അവർക്ക് ബദറിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞത്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, ബദറിൽ അതാ അല്ലാഹ് നിങ്ങളെ സഹായിച്ചു. വഅൻതും അദില്ല, നിങ്ങൾ എളിയവർ, നിങ്ങൾ ദുർബലർ, നിങ്ങൾ ആയുധമില്ലാത്തവർ, നിങ്ങൾ വാഹനമില്ലാത്തവർ, നിങ്ങൾ ശക്തിയില്ലാത്തവർ, നിങ്ങൾ ആരാരും അറിയപ്പെടാത്തവർ. എന്നിട്ടും എന്തേ നിങ്ങൾക്ക് വിജയം കിട്ടിയത്? നിങ്ങളുടെ ആദർശത്തിന്റെ ശക്തി കൊണ്ട് തന്നെ. ആദർശരംഗത്ത് ശക്തിയുണ്ടെങ്കിലേ മുസ്ലിമീങ്ങൾക്ക് എക്കാലഘട്ടത്തിലും വിജയമുള്ളൂ, അവർക്ക് ഇസ്സത്തുള്ളൂ, അവർക്ക് പ്രതാപമുള്ളൂ. അതല്ലാതെ കേവലം മുസ്ലിമീങ്ങളായ ഒരു ജനക്കൂട്ടം കൊണ്ട് ലോകത്തൊന്നും നേടാനാകില്ല മുസ്ലിമീങ്ങളെ, ലോകത്തൊന്നും നേടാനാകില്ല കേട്ടോ. ലോകത്തിന്റെ ജേതാക്കളാകാൻ നമുക്കാകില്ല. നമ്മളെന്നും പതിത്വത്തിൽ തന്നെയായിരിക്കും, നമ്മളെന്നും പീഡിതവർഗം തന്നെയായിരിക്കും. നമുക്ക് രക്ഷ വേണമെങ്കിൽ ബദറിന്റെ പാട്ടുമാടി ആയുധം കൊടുത്തത് കൊണ്ടോ, ബദറിന്റെ വീരപരാക്രമണങ്ങൾ പറഞ്ഞിട്ട് ചെറുപ്പക്കാരെ ആ രൂപത്തിൽ പരിശീലിപ്പിച്ചിട്ട് നാട്ടിൽ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കൊണ്ടോ, നാട്ടിന്റെ നിയമം കയ്യിലെടുത്തത് കൊണ്ടോ ഒന്നും ലോകത്തൊന്നും നേടാനാകില്ല. മറിച്ച് ആൾബലത്തേക്കാൾ പ്രധാനം ആദർശബലമാണ്, ആദർശത്തിന്റെ കരുത്താണ്. നിങ്ങൾക്കറിയില്ലേ, ഹുനൈനിന്റെ ചരിത്രം നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്തേ ആൾബലത്തിന്റെ കുറവുണ്ടോ? ഹുനൈൻ യുദ്ധം നടന്നപ്പോ, ഹിജ്റ 8-ാം വർഷം നടക്കുന്ന ഹുനൈൻ യുദ്ധം മക്കം ഫത്ഹിന് ശേഷമല്ലേ നടക്കുന്നത്? ആൾബലമാണ്. വലിയൊരു സൈന്യവുമായിട്ടല്ലേ നമ്മുടെ നേതാവ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിന്റെ രണഭൂമിയിലേക്ക് പോകുന്നത്. അവിടെ അതാ
ആൾബലത്തിന്റെ കുറവില്ല. 10,000-കണക്കിന് മുസ്ലിമീങ്ങളതാ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് ഒതാ കൂട്ടം കൂട്ടമായി ഒഴുകി വരികയാണ്. 10,000-ങ്ങളെയുമായിട്ട് ഹുനൈനിന്റെ രണഭൂമിയിൽ ചെന്നപ്പോഴോ എന്താ സംഭവിച്ചത്? എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയില്ലേ? മുസ്ലിമീങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ധൈര്യമാണ്. എന്നും ഞങ്ങൾ എണ്ണത്തിൽ കുറവാണ്, ഇന്ന് ഞങ്ങൾ വിടില്ല കേട്ടോ, ഇന്ന് ഞങ്ങൾ വിജയിക്കാതിരിക്കില്ലെന്ന് പറഞ്ഞ് വിജയപേരി മുഴക്കി ഹുനൈനിന്റെ രണഭൂമിയിലേക്ക് അങ്ങ് കടന്നു ചെന്നപ്പോ ഖുർആൻ പറയുകയാണ്, എന്ത് സംഭവിച്ചോ? ശത്രുക്കളതാ അവരങ്ങ് തുരുതുരെ ആക്രമണം അഴിച്ചു വിട്ടപ്പോ മുസ്ലിമീങ്ങളിൽ ദുർബല വിശ്വാസികളാണ് മുന്നണി പോരാളികൾ, അവരതാ അങ്ങ് തിരിഞ്ഞോടാൻ തയ്യാറായി. അവര് രണഭൂമി വിട്ടങ്ങ് തിരിഞ്ഞോടാൻ തയ്യാറായി. അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ അനുചരന്മാരും വിളിച്ചുറക്കെ പറഞ്ഞു, അല്ലാഹുവിന്റെ അടിയാറുകളെ, നിങ്ങൾ മടങ്ങല്ല, നിങ്ങൾ തിരിച്ചു പോകല്ല, നിങ്ങൾ ഈ പ്രവാചകനെ വിട്ടേച്ചു പോകല്ല, നിങ്ങൾ അനുചരന്മാരെ രണഭൂമിയിൽ വിട്ടേച്ചു പോകല്ല. പക്ഷേ ചെവി കൊടുത്തില്ലല്ലോ. ഗനീമത്ത് മോഹിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വന്നവരാണ്. മനസ്സില്ല ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ഇസ്ലാമിന്റെ ആദർശമില്ല, അവരങ്ങ് ഓടിപ്പോയില്ലേ? ഖുർആൻ അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നില്ലേ? വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും ആ സംഭവം അതാ സൂറത്തു വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ചു പറഞ്ഞപ്പോ അവിടെ പറഞ്ഞു, വലഖദ് നസറഖുല്ലാഹു ഫീ മമാതിന കസീറ. 9-ാം അധ്യായത്തിലെ സൂറത്തു തൗബയിലെ 28-ൽ 25-ൽ അല്ലാഹ് പറയുകയാണ്, നിങ്ങളെ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹ് സഹായിച്ചിട്ടുണ്ട് കേട്ടോ. വയൗമ ഹുനൈൻ, ഹുനൈനിന്റെ രണഭൂമിയിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് അഅജബതുക്കും കസറതുക്കും, നിങ്ങളുടെ ആധിക്യം, എണ്ണപ്പെരുപ്പം നിങ്ങളെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ആ എണ്ണപ്പെരുപ്പം കൊണ്ട് ഫലം തുഗ്നി അൻകും ശൈആ, നിങ്ങൾക്ക് എന്തേ നേടാൻ കഴിഞ്ഞത്? ഒന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ. വളാഖത്ത് അലൈക്കുമുൽ അർളു ബിമാ റഹബത്ത്, പ്രവിശാലമായ ഈ ഭൂമി ഇടുങ്ങിയതായി നിങ്ങൾക്ക് തോന്നിയില്ലേ? അങ്ങനെ വല്ലൈതും മുദ്ബിരീൻ, നിങ്ങൾ യുദ്ധഭൂമിയിൽ നിന്ന് തിരിഞ്ഞോടിയില്ലേ? എന്തേ മുസ്ലിമീങ്ങളെ നമ്മൾ പഠിക്കേണ്ടത്? അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ശരി തന്നെയാണ്. ഫിലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർ ഇസ്രായേലിന്റെ പീഡനങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ലോകത്ത് പല രാജ്യങ്ങളിലും മുസ്ലിമീങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു, മുഖം മറക്കാനുള്ള സ്വാതന്ത്ര്യം വരെ മുസ്ലിം പെണ്ണിന് നിഷേധിക്കപ്പെടുകയാണ്. പല ഭരണകൂടങ്ങളും മുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള ആരാധനാലയങ്ങൾ എടുക്കാനുള്ള പെർമിഷൻ വരെ പല രാജ്യങ്ങളിലും കട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലോകത്ത് ഇസ്ലാമിനെതിരെ കയ്യേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഇന്ത്യ രാജ്യത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ മതസ്വാതന്ത്ര്യമാണ്, ആരാധനയ്ക്ക് തടസ്സമില്ല, ഇബാദത്തിന് തടസ്സമില്ല, മതപ്രബോധനത്തിന് തടസ്സമില്ല, പള്ളികൾ ഉണ്ടാക്കാൻ തടസ്സമില്ല. എത്രയോ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു മഹാരാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ്. എന്നാൽ ഇതിനൊന്നും സ്വാതന്ത്ര്യമില്ലാത്ത, മുഖം മറക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പല രാഷ്ട്രങ്ങളും ലോകത്തില്ലേ? എന്താണ് മുസ്ലിമീങ്ങൾ പഠിക്കേണ്ടത്? അവരുടെ കയ്യിൽ ആയുധം കൊടുക്കലാണോ? ഒരു സായുധ പോരാട്ടത്തിന് തയ്യാറായാലാണോ? അങ്ങനെ ഒരു സായുധ പോരാട്ടം നടത്തിയാൽ ലോകത്ത് മുസ്ലിമീങ്ങൾക്കൊന്നും നേടാനാകില്ല. അവരുടെ ആദർശബലം കൊണ്ടല്ലാതെ ഒന്നും നേടാനാകില്ല. അതല്ലേ ഹുനൈനിന്റെ ചരിത്രം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ബദറിന്റെ സ്മരണ പറഞ്ഞ് സന്തോഷിച്ചാൽ പോരാ, ബദരീങ്ങളുടെയും പ്രവാചകന്റെയും ഒക്കെ പോരിശ പറഞ്ഞ് നടന്നാൽ പോരാ. ആ ബദരീങ്ങൾ സഞ്ചരിച്ച പാതയിലൂടെ നടന്നോ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആദർശം ജീവിതത്തിൽ പകർത്തിക്കോ. തീരുമാനിച്ചോ, ഈ പരിശുദ്ധ റമദാനിൽ ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ മറ്റൊരാളോടും ദുആ ചെയ്യില്ല. അതെന്റെ മുത്തുനബിയുടെ മാതൃകയാണ്. ഞാൻ എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച പാതയിലൂടെ മുന്നോട്ട് പോകൂ. അവിടുത്തെ അനുചരന്മാരുടെ സലഫിന്റെ മാതൃകയിലൂടെ ഞാൻ മുന്നോട്ട് പോകൂ. എൻ്റെ മുത്തുനബി വെറുത്ത ഒന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ മുത്തുനബി വിരോധിച്ച ഒന്നിന്റെ പിന്നാലെയും ഞാൻ പോകില്ല. ഹറാമുകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണില്ല. അതെന്റെ പുന്നാര നബി വ്യഭിചാരമാണെന്ന് പരിചയപ്പെടുത്തിയതാണ്. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞാലും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ആ മിനി സ്ക്രീൻ മാറ്റുക തന്നെ ചെയ്യും. എൻ്റെ കുട്ടികളെ വൃത്തികേട് കാണാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഭാര്യയെ വൃത്തികേട് കാണാൻ ഞാൻ സമ്മതിക്കില്ല.
നടക്കില്ല, എൻ്റെ വീട്ടിൽ ആഭാസ നൃത്തങ്ങൾ നടക്കില്ല, എൻ്റെ വീട്ടിൽ മ്യൂസിക്കുകൾ നടക്കില്ല, എൻ്റെ വീട്ടിൽ പിശാചിനെ സന്തോഷിപ്പിക്കുന്നതുണ്ടാകില്ല, എൻ്റെ കാതുകൊണ്ടും ഞാനൊരു വൃത്തികേടും കേൾക്കില്ല. എൻ്റെ നേതാവ് പഠിപ്പിച്ചത് അത് കാതുകൊണ്ടുള്ള വ്യഭിചാരമാണെന്നാണ്. അതുകൊണ്ട് ആ മുത്തുനബി പഠിപ്പിച്ചതല്ലാതെ ഞാൻ ചെയ്യില്ല. എൻ്റെ വായ കൊണ്ട് ഞാൻ ഗീബത്ത് പറയില്ല, ഞാൻ നമീമത്ത് പറയില്ല, ഞാൻ അനാവശ്യം സംസാരിക്കില്ല. എൻ്റെ നേതാവ് അത് വെറുത്തതാണ്, അത് എനിക്ക് വേണ്ട. എൻ്റെ നേതാവ് പഠിപ്പിക്കാത്ത ഒരു അമലും ഞാൻ ചെയ്യില്ല. എൻ്റെ മുത്തുനബിയുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ പോകണ്ടേ? എൻ്റെ നേതാവിൻ്റെ കൈകൊണ്ട് എനിക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് വെള്ളം വേണ്ടേ? അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചില്ലേ, നാളെ ഞാനതാ ഹൗദിൻ്റെ അരികിൽ മഹ്ശറിലതാ വന്ന് നിൽക്കുമ്പോ വെള്ളം കൊടുക്കാൻ അതാ പാലിനേക്കാൾ വെണ്മയുള്ള, തേനിനേക്കാൾ മധുരമുള്ള, കുടിച്ചാൽ ഒരു കാലത്തും ഒരിക്കലും ദാഹമില്ലാത്ത ഹൗദുൽ കൗസറിൽ നിന്ന് പാനജലമതാ മുക്കിക്കൊടുക്കുന്ന നേരത്തതാ ചില ആളുകൾ എൻ്റെ അരികിൽ വരുന്നു. ഞാൻ ഹൗദിൻ്റെ അരികിലാണ്. അവർക്ക് ആ വെള്ളമങ്ങ് കൊടുക്കാൻ നേരത്ത് അവരെൻ്റെ സമൂഹത്തിൽപ്പെട്ട മെമ്പർമാരാണ്. അവരെ ഞാൻ തിരിച്ചറിയുമ്പോ അല്ലാഹു അതാ ഓർഡർ തരുന്നു, കൊടുക്കല്ല നബിയേ, അവർക്ക് കൊടുത്തു പോകല്ല നബിയേ. അപ്പോഴതാ അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവിടെ വെച്ച് പറയുന്നു, ഉമ്മത്തി ഉമ്മത്തി, അവരെൻ്റെ ജനതയാണ്. അല്ലാ, അവരെൻ്റെ ജനതയല്ലേ? അപ്പോഴതാ റബ്ബ് കൊടുക്കുന്ന മറുപടി, ഓ നബിയേ, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, അങ്ങയുടെ വിയോഗാനന്തരം, അങ്ങയുടെ വഫാത്തിന് ശേഷം അവരെന്തൊക്കെയാണ് ഈ മതത്തിൽ പുതുതാക്കി ഉണ്ടാക്കിയതെന്ന് അങ്ങക്കറിയില്ലല്ലോ നബിയേ. അവർ ഈ സത്യദീനിൽ വെള്ളം ചേർത്തവനാണ്, അങ്ങ് പഠിപ്പിക്കാത്തത് ചെയ്തവനാണ്, അനുചരന്മാരുടെ മാർഗം പിന്തുടരാത്തവരാണ്. കൊടുത്തു പോകല്ല എന്നങ്ങ് പറയുന്ന നേരത്തതാ കാരുണ്യത്തിന്റെ പ്രവാചകൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത, ലോകത്ത് കരുണ പകർന്ന ലോകത്തിന്റെ പ്രവാചകൻ, ആ റസൂലിനോളം ആർദ്രത വേറെ ഏതെങ്കിലും നേതാവിനുണ്ടോ? ആ നബിയോളം കരുണ വേറെ ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ആ പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പുന്നാര നാവിലൂടെ പറയുന്നു, ഫസുഹ്ഖൻ സുഹ്ഖാ, എങ്കിൽ നിങ്ങൾക്ക് വിദൂരത്തേക്ക് പോകാം. നിങ്ങൾക്ക് പാനജലമില്ല, നിങ്ങൾക്ക് ഹൗദുൽ കൗസറിൽ നിന്ന് ദാഹജലമില്ലെന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന ഹതഭാഗ്യവാന്മാരിൽ നമ്മൾ പെടരുത്. അതുകൊണ്ട് മുത്തുനബി പഠിപ്പിക്കാത്തതൊന്നും ചെയ്യല്ല, മുത്തുനബിയുടെ മാതൃകയില്ലാത്തതൊന്നും ചെയ്യല്ല. ആ റസൂലിനെ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചോ കേട്ടോ, സ്വന്തം ഭാര്യയെക്കാൾ സ്നേഹിച്ചോ, സ്വന്തം മക്കളെക്കാൾ സ്നേഹിച്ചോ, ലോകത്തുള്ള സർവരെക്കാളും റസൂലിനെ സ്നേഹിച്ചോ, അല്ലാതെ സ്വർഗം കിട്ടില്ല കേട്ടോ. ആ മുത്തുനബി ബദരീങ്ങളുടെ നേതാവിനെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളും ഈമാൻ നുകരില്ല കേട്ടോ, ഞാൻ അവന് പ്രിയപ്പെട്ടവനാകുന്നത് വരെ അവന്റെ മാതാപിതാക്കളെക്കാൾ, അവന്റെ മക്കളെക്കാൾ എന്ന് വേണ്ട ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ആ റസൂലിനെ സ്നേഹിച്ചോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഓ നബിയെ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സ്നേഹം അങ്ങയോട് തന്നെ. തിരുത്തി കൊടുത്തില്ലേ ഉമറേ? പറ്റില്ല ഉമറേ, നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കാതെ നിന്റെ ഈമാൻ കംപ്ലീറ്റ് അല്ല കേട്ടോ, നിന്റെ ഈമാൻ പൂർണ്ണമല്ല. അപ്പോഴതാ തിരുത്തി പറയുന്ന സ്വഹാബത്ത്, ഓ റസൂലേ, സ്വന്തം ശരീരത്തെക്കാൾ അങ്ങയോടാണ് മഹബ്ബത്തുള്ളത്, പിരിശമുള്ളതെന്നങ്ങ് പറഞ്ഞ നേരത്ത് അൽ ആനയാ ഉമറു, അൽ ആനയാ ഉമറു, അൽ ആനയാ ഉമറു. ഈ ശബ്ദം ശ്രവിച്ച മുസ്ലിമീങ്ങളെ മനസ്സിൽ കോറിയിട്ടോ, നിങ്ങളുടെ ചുണ്ടുകൾ ഈ പ്രഭാഷണം കഴിഞ്ഞാലും തട്ടിക്കളിക്കട്ടെ. ഇപ്പോഴാണ് ഉമറേ, ഇപ്പോഴാണ് ഉമറേ കാര്യം ശരിയായതെന്ന് പഠിപ്പിച്ച റസൂലേ, ആ പുന്നാര നബിയോട് നമുക്ക് ആദരവും മഹത്വവും ഒക്കെ വേണം. അവിടുന്ന് പഠിപ്പിച്ച നിലക്ക് എങ്ങനെയാണ് ആ മുത്തുനബിയെ സ്നേഹിക്കേണ്ടത്? മൻ അഹബ്ബ സുന്നത്തി,
എന്റെ സുന്നത്തിനെ ആരെങ്കിലും സ്നേഹിച്ചാൽ ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ. വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ കാന മഈ ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ നാളെ സ്വർഗത്തിലാണെന്നല്ലേ നമ്മുടെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ഏറെ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. ആ പ്രവാചകന്റെ പാത, ആ ബദരീങ്ങളുടെ പാത, ആ മഹാന്മാരുടെ പാത, ആ പാത തൗഹീദിന്റെ പാതയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പാതയാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെതായ ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ത്യാഗം സഹിച്ചവരുടെ പാതയാണ്. നമുക്കെന്തെന്ത് ത്യാഗമാണ്, നമുക്കെന്തെന്ത് പ്രശ്നമാണ്. നമുക്ക് 5 നേരങ്ങളിൽ ജമാഅത്തിന് പോയാൽ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്താൽ അത് പാടില്ലെന്ന് പറയാൻ തടയാൻ ആരുമില്ല. പക്ഷേ പോകാനൊരുക്കമുണ്ട് മുസ്ലിമേ. അതുപോലെ തന്നെ റമദാനിൽ നോമ്പെടുത്താൽ എടുക്കല്ലേ എന്ന് പറയാൻ ആരുണ്ട് തയ്യാർ? ഇല്ല. പക്ഷേ എന്നിട്ടും റമദാനിന്റെ പകലിൽ യഥാവ്രതമനുഷ്ഠിക്കാതെ ഭക്ഷണം കഴിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരില്ലേ? നമുക്കിന്ന് റബ്ബിനോട് ദുആ ചെയ്താൽ പാടില്ലെന്ന് പറയാൻ ഇവിടെ ആരുണ്ട്? തയ്യാറില്ല. ഇവിടുത്തെ സർവ്വ നിയമങ്ങളും അനുകൂലമാണ്. എന്നിട്ടതാ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? നമ്മൾ ഈ രൂപത്തിലുള്ള കർമ്മങ്ങളൊക്കെ ചെയ്താൽ നമുക്കിന്ന് തടസ്സമായി ആരുമില്ലാതിരുന്നിട്ടും ചെയ്യാനൊരുക്കമില്ലല്ലോ. മദ്യത്തിനടിമപ്പെട്ട ആളുകളില്ലേ? മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ വരെ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച സർവ്വ തിന്മകളുടെയും മാതാവെന്ന് പറയുന്ന മദ്യത്തിനടിമപ്പെട്ടവരില്ലേ? ലോട്ടറിയുടെ പിന്നാലെ പോകുന്നവരില്ലേ? ചൂതാട്ടത്തിന്റെ പിന്നാലെ പോകുന്നവരില്ലേ? ഇവരൊക്കെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുന്ന ആ പ്രതിഫല ദിനം ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ലോകത്തെ ഭയപ്പെടുന്നുണ്ടോ? എപ്പോഴും മരണം വരില്ലേ? മരണം പിടികൂടിയാൽ പിന്നെ മടക്കമില്ലല്ലോ. പിന്നെ ആഖിറത്തിലേക്കല്ലേ യാത്ര. അവിടെ കേണപേക്ഷിച്ചത് കൊണ്ട് യാതൊരു രക്ഷയുമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഓർക്കണേ, പഠിക്കണേ, മനസ്സിലാക്കണേ, നന്മയുടെ പാതയിലൂടെ മുന്നേറണേ എന്ന് ഈ സന്ദർഭത്തിൽ സർവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാർഗത്തിൽ പരിശ്രമിക്കുവാനും അവന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുവാനും ആ പാതയിൽ തന്നെ മുന്നേറുവാനും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയ മുൻഗാമികളായ മഹാന്മാർ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുത്തുനബിയുടെ അനുചരന്മാർ, അങ്ങനെയുള്ള മഹാന്മാർ, ആദ്യകാലത്തുള്ള ഉത്തമ നൂറ്റാണ്ടുകാർ, അവരുടെ പാത അനുഗമിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ നേരിൻ്റെ റൂട്ടിൽ സഞ്ചരിക്കാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബേ, അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചെയ്തു പോയ അപരാധങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. ഞങ്ങൾ ഈ റമദാനിൻ്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുന്നു, വ്രതമനുഷ്ഠിക്കുന്നു. നാഥ, ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണമേ തമ്പുരാനെ. ഞങ്ങൾക്ക് സഹിക്കാനാവാത്ത നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് ചേർക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. എവരെയും നാഥ ഞങ്ങളുടെ കൂടെ സ്വർഗത്തിൽ നീ ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം പകരണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് അബദ്ധമോ തെറ്റുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.